PR അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, രാഹുൽ ഗാന്ധിയുടെ യാത്ര ആരംഭിച്ചോ? ആരൊക്കെയുണ്ട്? നേതാക്കൾ എത്രത്തോളം അണികളുണ്ട്? രാഹുൽ ഗാന്ധിയുടെ യാത്ര ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ബീഹാറിലെ സസാറാമിലുള്ള ഔറംഗ് ചൗക്കിൽ നിന്നാണ് ഇപ്പോൾ അംബേദ്കർ ചൗക്കിൽ നിന്നാണ് ഇപ്പോൾ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. രാഹുലിനൊപ്പം RJD നേതാവ് തേജസ്വി യാദവും ഉണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയൊരു ജനാവലിയാണ് രാഹുലിന്റെയും അതുപോലെ തന്നെ തേജസ്വിയും സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് ഇരുവശവും ഉള്ളത്. കാരണം കൃത്യമായ തെളിവുകളടക്കം ഉയർത്തിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. കാരണം തെളിവുകൾ നിരത്തിയിരുന്നു. കർണാടകയിലടക്കം ശക്തമായ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ നേതാക്കളും ഉയർത്തിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും ഒരു മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കില്ല. അപ്പോൾ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി ഒരു യാത്രക്കിറങ്ങുകയാണ്. 16 ദിവസം 1300 കിലോമീറ്റർ രാഹുൽ ഗാന്ധി സഞ്ചരിക്കും. അതിന്റെ ആദ്യ പാദമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അംബേദ്കർ ചൗക്കിൽ നിന്ന് ഔറംഗസീബ് വരെ ആണ് ഇപ്പോൾ യാത്ര നടക്കുക. എന്തായാലും വലിയ പ്രതീക്ഷ, കാരണം വലിയൊരു ജനക്കൂട്ടം തന്നെ രാഹുലിനൊപ്പം ഈ യാത്രയ്ക്കൊപ്പം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. റോഡിന് ഇരുവശവും സ്ത്രീകളും കുട്ടികളും അതുപോലെ തന്നെ വൃദ്ധരായവരടക്കം രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഭാരത് ജോഡോ യാത്രയ്ക്ക് എങ്ങനെയാണോ നമ്മൾ കണ്ടത്, കാരണം ഭാരത് ജോഡോ യാത്ര നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് രാഹുലിന് സ്വീകാര്യത ഭാരത് ജോഡോ യാത്രയിൽ ലഭിച്ചത്. സമാനമായ രീതിയിലുള്ള ഒരു സ്വീകാര്യത തന്നെയാണ് ഇപ്പോൾ ബീഹാറിൽ നിന്ന് രാഹുലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വോട്ടറധികാർ യാത്ര വലിയ വിജയമായി മാറുന്നു എന്ന് തന്നെയാണ് ഈ കാഴ്ചകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കാരണം കൃത്യമായ തെളിവുകൾ അടക്കം ഉയർത്തി, കാരണം കൃത്യമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം പ്രതിരോധത്തിലാക്കിക്കൊണ്ട് തന്നെയാണ് രാഹുൽ പോകുന്നത്. രാഹുൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴും മറുപടി തന്നിട്ടില്ല. അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനം നടത്തിയ ആരോപണങ്ങളെല്ലാം തള്ളുന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം ഒരു നടപടി തുടങ്ങുമ്പോൾ അത് തെരുവിലിറങ്ങി തന്നെ പ്രതിരോധിക്കുകയാണ് രാഹുൽ ഗാന്ധി. അത് തെരുവിലിറങ്ങി 1300 കിലോമീറ്ററോളം നടന്ന് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യവും രാഹുൽ ഗാന്ധിയും തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഇതിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിലടക്കം നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ഈ നേതാക്കൾ ഒരു പ്രതികരണം നടത്തി. രാഹുൽ പറഞ്ഞത് ഇത്തരം ഒരു അഴിമതി, കാരണം ബീഹാറിൽ ഇപ്പോൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുകയാണ്. അത്തരത്തിലൊരു നടത്തുന്നതിലൂടെ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. മഹാരാഷ്ട്രയിലെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടതാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രകടനം എത്ര മികച്ചതായിരുന്നു. പക്ഷേ 4 മാസം ഇപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഏകദേശം 1 കോടിയോളം വോട്ടർമാരെയാണ് അധികമായി ചേർത്തത്. വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നു. പക്ഷേ ഇത്തരം ചോദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ സത്യവാങ്മൂലമാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഭരണപക്ഷികൾ വാർത്താ സമ്മേളനം ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന രേഖകളുമായി യാതൊരുവിധ രേഖകളും നൽകാതെ വാർത്താ സമ്മേളനം നടത്തുന്നു. അപ്പോൾ തീർത്തും പക്ഷപാതപരമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറുന്നത്. രാഷ്ട്രീയ പാർട്ടിയെ പോലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറുന്നത്. അതൊരിക്കലും അനുവദിക്കില്ല. അതിനെതിരെ പോരാടും. ബീഹാറിൽ മാത്രമല്ല, ബംഗാൾ അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിലുള്ള വോട്ട് ക്രമക്കേടുകൾ നടക്കുന്നുണ്ട്. ഇതിനെതിരെയുള്ള പോരാട്ടം തുടരുമെന്ന് തന്നെ രാഹുൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അംബേദ്കർ ചൗക്കിൽ നിന്നുള്ള രാഹുലിന്റെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. തേജസ്വി യാദവ് അദ്ദേഹത്തിനൊപ്പമുണ്ട്. കാരണം ബീഹാറിൽ തേജസ്വി യാദവിനെ ലഭിക്കുന്ന സ്വീകാര്യത അത് വളരെ വലുതാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തെ ബീഹാറിൽ നയിച്ചത് തേജസ്വി യാദവാണ്. ബീഹാറിൽ ഈ വർഷം അവസാനം തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ്. അതുകൊണ്ട് തന്നെ ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ശക്തി പ്രകടനമായി കൂടി ഇപ്പോൾ ഇത് മാറിയിരിക്കുകയാണ്. എന്തായാലും വോട്ടർ യാത്ര, രാഹുലിന്റെ വോട്ടറധികാർ യാത്ര മുന്നോട്ട് തന്നെ പോകുന്നു. എന്തായാലും വലിയ തിരക്ക് രാഹുലിന്റെ വാഹനങ്ങൾക്ക് ഇരുവശവും അനുഭവപ്പെടുകയാണ്. പ്രതീക്ഷിച്ച ഒരു വേഗതയിലല്ല യാത്ര മുന്നോട്ട് പോകുന്നത്. എന്തായാലും കാഴ്ചക്കാർ ഈ റോഡിന്റെ ഇരുവശവും കെട്ടിടങ്ങളുണ്ട്, അവിടെ വീടുകളുണ്ട്, അവിടെ എല്ലാവരും പുറത്തിറങ്ങി റോഡുകൾ പൂർണ്ണമായും നിറഞ്ഞ് രാഹുലിനെ അവർ വരവേൽക്കുകയാണ്. ധന്യ.